പൂജ തുടക്കത്തിൽ നവംബർ 11 തീയതിയാണ് ഇവർ ആശ്രാമം മൈതാനത്തിന് സമീപത്ത് ഒരു കട ആരംഭിക്കുന്നത്, ഒരു ബേക്കറിയാണ് ആരംഭിച്ചത്. ആ സമയത്ത് ഈ പത്മരാജൻ കടയിൽ പോകാറുണ്ടായിരുന്നു. പത്മരാജൻ കരുതിയിരുന്നത് അത് സ്വന്തം ഭാര്യ നടത്തുന്ന കടയായിരുന്നു എന്നാണ് പോലീസിൽ പറയുന്ന. പോലീസിൽ അയാൾ കൊടുത്ത മൊഴിയുടെ വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള വിവരങ്ങളാണ് കൈമാറുന്നത്. അതിൽ ഒരു ദിവസം അനീഷ് എന്ന് പറയുന്ന ഈ അനിലയുടെ സുഹൃത്ത് ആ കടയിൽ വന്നു. എന്തിനാണ് കടയിൽ വന്നതെന്ന് ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് പാർട്ട്ണർഷിപ്പിലാണ് ഈ കട നടത്തുന്നതെന്ന് പറഞ്ഞു. പക്ഷേ പത്മരാജന് അങ്ങനെ പാർട്ട്ണർഷിപ്പിൽ കട നടത്തുന്നത് താല്പര്യമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ വാർഡ് മെമ്പർ പറഞ്ഞനുസരിച്ച് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ ദിവസം അനീഷ് കടയിലെത്തിയതിനെ ചൊല്ലി തർക്കമുണ്ടാവുകയും അനീഷും പത്മരാജനും തമ്മിൽ കയ്യാങ്കളി ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയുന്നു. അതിന്റെ ഭാഗമായി പത്മരാജന്റെ കാലിന് ചെറിയ മുറിവുണ്ട്. ഇപ്പോൾ അയാളുടെ കാലിൽ മുറിവുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെയും പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇന്ന് വാർഡ് മെമ്പറുടെ സഹായത്തോടു കൂടിയും അവിടെ ഒരു അനുരഞ്ജന ചർച്ച നടത്തിയിരുന്നു. വൈകിട്ട് 4 മണിയോടുകൂടി ആ ചർച്ച അവസാനിച്ചു. 1,49,000 രൂപ നൽകിക്കഴിഞ്ഞാൽ ആ കടയുടെ ഓണർഷിപ്പിൽ നിന്ന് പൂർണ്ണമായും പിന്മാറാമെന്ന് അനീഷ് ഉറപ്പ് നൽകിയതാണ്. അതിനുശേഷം ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ആ സാമഗ്രികളൊക്കെ തന്നെ എടുത്ത ശേഷം തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോവുകയും അനില സ്വന്തം കടയിലേക്ക് പോവുകയുമാണ്. അതിനുശേഷം തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ട സമയത്ത് ഈ അനില അതിന് തയ്യാറായില്ല. പകരം വാടക വീട്ടിലേക്ക് പോകാൻ വീണ്ടും ശ്രമിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനകത്തൊരു സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട്. അതുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രകോപനത്തിന് കാരണമായതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വൈകിട്ട് 9 മണിയോടുകൂടിയാണ് കട പൂട്ടിയ ശേഷം നേരെ ആശ്രാമം മൈതാനത്ത് നിന്ന് ചെമ്മാമുക്കിലേക്ക് വരുന്നത്. ഏതാണ്ട് ഒരു മാക്സിമം 10 മിനിറ്റ് മാത്രം ഉള്ള ഒരു ദൂരം മാത്രമാണ്. ആ സമയത്ത്, അതായത് നേരത്തെ മുതൽ തന്നെ ഈ പെട്രോൾ കൊട്ടിയത്തു നിന്ന് പെട്രോൾ വാങ്ങിക്കുന്നു. അതിനുശേഷം ഈ കട അടയ്ക്കുന്ന സമയം അടക്കം നോക്കി വെച്ച ശേഷം ഈ അനില കാറിൽ വരുന്ന സമയത്ത് അവരെ പിന്തുടർന്ന് വന്ന് കാറിന്റെ കുറുകെ ഇയാൾ സഞ്ചരിച്ചിരുന്ന ഒമിനി കാർ നിർത്തുകയും അതിനുശേഷം ഇവർ ഗ്ലാസ് തുറന്ന സമയത്ത് നേരെ ഈ പാത്രത്തിൽ കരുതിയിരുന്ന പെട്രോൾ അവരുടെ ശരീരത്തേക്ക് ഒഴിക്കുകയാണ്. ആ ഒഴിക്കുന്ന സമയത്ത് തീ കൊളുത്താൻ പോയ സമയത്ത് തന്നെ കൊല്ലരുതേ ചേട്ടാ എന്ന് ഈ അനില പറയുന്നുണ്ട്. എന്നാൽ അതിന് മുഖവിലക്കം കൊടുക്കാതെ അയാൾ നേരെ ആ തീ കൊളുത്തുകയാണ്. പെട്ടെന്ന് തന്നെ തീ ആളിപ്പടരുന്നു. അവിടെ അവരെ അഗ്നിക്കിരയാകുന്നു. കാറിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പൂർണ്ണമായും വെന്തുരുകി അവർ റോഡിലേക്ക് വീഴുകയാണ്. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർക്കൊന്നും തന്നെ അവരെ രക്ഷിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവരുടെ മരണം സംഭവിച്ചത്. ആ സമീപത്ത് അവരുടെ കടയിലെ സ്റ്റാഫായിരുന്നു സോണി എന്ന് പറയുന്നയാൾ. ആ സോണി ആ കാറിന്റെ സൈഡിലുണ്ടായിരുന്നു, ആ സൈഡ് സീറ്റിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ സോണി ആ കാറിൽ നിന്ന് ഇറങ്ങി മാറിയതിനാലാണ് അയാൾക്ക് വലിയ രീതിയിൽ പരിക്കുണ്ടാകാതെ പോയത്. അങ്ങനെ ഉള്ളതുകൊണ്ട് അയാളുടെ കൈക്കും അതുപോലെ തന്നെ കാലിന്റെ തുടയുടെ ഭാഗത്ത് മാത്രമാണ് പൊള്ളലേറ്റിട്ടുള്ളത്. അദ്ദേഹത്തെ ഇപ്പോൾ കൊല്ലം ജില്ലാ ജനറൽ ആശുപത്രിയിലാണ് എത്തിച്ചിട്ടുള്ളത്. പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. ഈ പാർട്ട്ണർഷിപ്പിലുള്ള ഒരു ബേക്കറി ബിസിനസ് ഈ പത്മരാജന് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അതിൽ നിന്ന് ഒഴിവാകത്തിന്റെ പേരിലുള്ള ഒരു തർക്കമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് കട നടത്തുന്നത് എന്ന് തുടക്കത്തിൽ പത്മരാജൻ അറിയില്ലായിരുന്നു അല്ലെ? കട തുടങ്ങുന്ന സമയത്ത് അറിയില്ലായിരുന്നു എന്നാണ് അയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതിനുശേഷം എല്ലാ ദിവസങ്ങളിലും പത്മരാജനും അതുപോലെ തന്നെ ഈ അനിലയും ഒരുമിച്ചായിരുന്നു കടയിൽ പോയിരുന്നത്. ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ അനിലയും ഒരുമിച്ച് പോവുക, അല്ലെങ്കിൽ ആ സമയത്ത് കടയിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാവുകയൊക്കെ തന്നെ ചെയ്യുമായിരുന്നു. ആ സമയത്തും സോണി എന്ന് പറയുന്ന ഒരു ജീവനക്കാരനുണ്ടായിരുന്നു. മറ്റൊരാൾ കൂടി ആ കടയിലേക്ക് വന്നപ്പോഴാണ് അനീഷിന്റെ കൂടി പാർട്ണർഷിപ്പിലാണ് ഇത്തരത്തിലുള്ള ഒരു കട തുടങ്ങിയത് എന്നുള്ള ഒരു വിവരം പത്മരാജൻ അറിയുന്നത്. അങ്ങനെയാണ് അയാളുടെ മൊഴി. അക്കാര്യത്തിലൊരു സ്ഥിരീകരണം അയാൾ പറയുന്ന മൊഴിയാണ്, അങ്ങനെ പോലീസിൽ കൊടുത്തിട്ടുള്ള മൊഴിയാണ്. ഇതിൽ കൂടുതൽ അന്വേഷണവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുമിച്ചുള്ള ഒരു പാർട്ണർഷിപ്പിൽ തന്റെ ഭാര്യയും മറ്റൊരാളും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പിൽ കട നടത്തുന്നത് തനിക്ക് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. അപ്പം തന്നെ ഈ കൊലപാതകം നടത്തിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന അയാൾ പുറത്തേക്ക് ഇറങ്ങുകയും അവിടെ ഫോണിൽ പല ആൾക്കാരെയും വിളിച്ച് താൻ അവളെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ അവൾ പോയി എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് നാട്ടുകാർ കേട്ടതാണ്. അതിനുശേഷം പോലീസ് എത്തി ഈ പത്മരാജനെ കസ്റ്റഡി എടുക്കുകയാണ്. പോലീസുകാരിൽ നിന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് അയാൾ എന്തോ ഒരു വലിയ കാര്യം വിജയിച്ചതിന് സമാനമായ രീതിയിൽ ഒരു കുറ്റബോധമില്ലാത്ത രീതിയിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ശരി, ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്.